ആർടെമിസ് 2 മനുഷ്യരെ ചന്ദ്രനു ചുറ്റുമെത്തിക്കാനുള്ള ഒരു സുപ്രധാന ദൗത്യമാണ്. ഇത് ആർടെമിസ് പ്രോഗ്രാമിന്റെ രണ്ടാം ഘട്ടമാണ്. ഈ ദൗത്യത്തിലെ റോക്കറ്റ് യാത്രയുടെ ചില പ്രധാന വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഫുട്ബോൾ മൈതാനത്തോളം വലുപ്പമുള്ള നാസയുടെ സ്പേസ് ലോഞ്ച് സിസ്റ്റം SLS റോക്കറ്റ് മണിക്കൂറിൽ 1 മൈലിന് താഴെ വേഗതയിലാണ് ലോഞ്ച് പാഡിലേക്ക് നീങ്ങിയത്. വിക്ഷേപണ സമയത്ത് ഈ റോക്കറ്റ് മണിക്കൂറിൽ 22,000 മൈലിലധികം വേഗത കൈവരിക്കും. ഇത് 4 ബഹിരാകാശ യാത്രികരെ ചന്ദ്രനു ചുറ്റുമെത്തിക്കും. അനേകം ഘടകങ്ങൾ കാരണം വിക്ഷേപണ സമയത്തിൽ മാറ്റങ്ങൾ വരാം. നിലവിൽ 2026 മാർച്ചിലാണ് ആർടെമിസ് 2 ലക്ഷ്യമിടുന്നത്. എങ്കിലും ഏപ്രിലിലേക്ക് വൈകാൻ സാധ്യതയുണ്ട്. ആർടെമിസ് 2ന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ദൗത്യം ആളുകളെ ചന്ദ്രനു ചുറ്റും കൊണ്ടുപോവുകയും ആർടെമിസ് 3 ലാൻഡിംഗിനു മുൻപ് എല്ലാ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളും ബഹിരാകാശത്ത് പരീക്ഷിക്കുകയും ചെയ്യും. ആർടെമിസ് 3 ആസ്ട്രോണോട്ടുകളെ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതിനുള്ള തയ്യാറെടുപ്പാണ് ആർടെമിസ് 2. ചന്ദ്രനിലേക്കുള്ള ഈ ചരിത്രപരമായ യാത്രയുടെ മടക്കയാത്ര എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ആർടെമിസ് 2 വിജയിക്കുകയാണെങ്കിൽ 1972-ൽ അപ്പോളോ 17-ന് ശേഷം ആദ്യമായിട്ടായിരിക്കും മനുഷ്യർ ചന്ദ്രന് സമീപമെത്തുന്നത്. 4 ആസ്ട്രോണോട്ടുകൾ ചന്ദ്രന്റെ വിദൂരഭാഗത്തിലൂടെ പറക്കും. 20-ആം നൂറ്റാണ്ടിനു ശേഷം ചന്ദ്രന്റെ ആ ഭാഗം കാണുന്ന ആദ്യത്തെ മനുഷ്യരായിരിക്കും അവർ. ഈ ദൗത്യത്തിൽ ചന്ദ്രനിൽ ലാൻഡിംഗ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ചന്ദ്രനിൽ ഇറങ്ങുന്നതിനു മുൻപ് എല്ലാ ഉപകരണങ്ങളും സംവിധാനങ്ങളും ബഹിരാകാശത്ത് പരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. സുരക്ഷിതമായ മടക്കയാത്രയ്ക്ക് ഇത് നിർണായകമാണ്. വിക്ഷേപണ സംവിധാനത്തിന്റെയും ക്രൂ വാഹനത്തിന്റെയും എല്ലാ ഘടകങ്ങളും പരീക്ഷിക്കുന്നത് ആളുകളെ സുരക്ഷിതമായി ചന്ദ്രോപരിതലത്തിലെത്തിക്കുന്നതിനും തിരികെ കൊണ്ടുവരുന്നതിനും നിർണായകമാണ്. അപ്പോളോ ദൗത്യങ്ങൾ മുതൽ ഇന്നുവരെയുള്ള സാങ്കേതികവിദ്യയിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോളോ എഞ്ചിനീയർമാർ വിരമിച്ചു. ഇന്നത്തെ സാങ്കേതികവിദ്യ വളരെ വ്യത്യസ്തമാണ്. അപ്പോളോ ലാൻഡിംഗ് മൊഡ്യൂളിന് 4 കിലോബൈറ്റ് റാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇന്നത്തെ ഒരു ഐഫോൺ ഫോട്ടോയേക്കാൾ 1000 മടങ്ങ് ചെറുതാണ്. ആർടെമിസ് 2ന്റെ 2 പ്രധാന ഘടകങ്ങൾ സ്പേസ് ലോഞ്ച് സിസ്റ്റം SLS റോക്കറ്റും ഓറിയോൺ ക്രൂ ക്യാപ്സ്യൂളുമാണ്. രണ്ടിനും ലോഞ്ച് പാഡിലേക്കുള്ള യാത്ര ഒരുപാട് നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ്. ഈ ദൗത്യം മനുഷ്യരാശിയെ വീണ്ടും ചന്ദ്രനിലേക്കും അതിലൂടെ മറ്റ് ഗ്രഹങ്ങളിലേക്കും എത്തിക്കുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ്. 4 ആസ്ട്രോണോട്ടുകൾ 10 ദിവസത്തെ യാത്രയിൽ ചന്ദ്രനെ ചുറ്റി സഞ്ചരിച്ച് പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ നടത്തും. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ് ഈ ദൗത്യം. ഭാവിയിൽ കൂടുതൽ ഗവേഷണങ്ങൾക്കായി ആളുകൾ ചന്ദ്രനിൽ തിരിച്ചെത്തുന്നത് കാണാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു.